അത്യന്തം നിഗൂഢതകൾ നിറഞ്ഞ താന്ത്രിക മാന്ത്രിക വിദ്യയുടെ ഈറ്റില്ലമായിരുന്ന വന്നേരിയിലെ കാട്ടുമാടം മനയിലെ തുറന്ന പുസ്തകമായിരുന്ന അനിൽ നമ്പൂതിരി വിട പറഞ്ഞിട്ട് 3 വർഷം തികയുന്നു. ജാതിമത ഭേദമന്യേ മനയിലേക്കെത്തുന്ന ഏവരെയും നിറഞ്ഞ പുഞ്ചിരിയോടെ സ്വീകരിച്ചിരുന്ന അനിൽ നമ്പൂതിരി താന്ത്രിക മാന്ത്രികതയിലെ വിസ്മയമായിരുന്നു. കാട്ടുമാടം മനയുടെ പൂമുഖത്ത് ഇനി അനിൽ ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുവാൻ പലർക്കും ഇന്നും ആവുന്നില്ല എന്നതാണ് വാസ്തവം. മനയുടെ മുറ്റത്ത് അശാന്തരായി അശരണരായി എത്തുന്നവർക്കും കഥയറിയാൻ വരുന്നവർക്കും സുഹൃത്തായി മാറുന്ന അനിൽ തന്ത്രി പരമ്പരകളിലെ വേറിട്ട വ്യക്തിത്വമായിരുന്നു. ചലച്ചിത്ര ലോകത്തും രാഷ്ട്രീയ സാംസ്കാരിക പൊതുമണ്ഡലങ്ങളിലും വലിയ സുഹൃദ്വലയമുണ്ടായിരുന്നു അനിൽ നമ്പൂതിരിക്ക്. 300-ലധികം ക്ഷേത്രങ്ങളുടെ താന്ത്രിക കർമ്മങ്ങൾ ചെയ്തിരുന്ന കാട്ടുമാടത്തെ ആചാര്യന്മാരായിരുന്നു. എഴുത്തുകാരനും ഗവേഷകനുമായിരുന്ന പിതാവ് കാട്ടുമാടം നാരായണൻ നമ്പൂതിരിയുടെ കാലശേഷം ഏകമകനായ അനിലാണ് ക്ഷേത്രങ്ങളുടെ താന്ത്രിക സ്ഥാനം വഹിച്ചിരുന്നത്. താന്ത്രിക കർമ്മങ്ങൾ നടത്തുന്നതിന് പരശുരാമൻ 6 ബ്രാഹ്മണ കുടുംബങ്ങളെ നേരിട്ട് ചുമതലപ്പെടുത്തി എന്നാണ് വിശ്വാസം. ഇതിലൊന്നാണ് കാട്ടുമാടം കുടുംബം. പെരുമ്പടപ്പ് ഗ്രാമത്തിലാണ് കാട്ടുമാടം മന സ്ഥിതി ചെയ്യുന്നത്. നിർമ്മാണ ചാതുര്യത്താൽ മന വേറിട്ട് നിൽക്കുന്നുണ്ട്. ചുറ്റുവരാന്തയിൽ നിരയായി നിൽക്കുന്ന ശില്പഭംഗിയൊത്ത തൂണുകൾ ഇതിന്റെ പ്രത്യേകതയാണ്. അനിൽ വിടവാങ്ങിയതോടെ ഇത്രയധികം ക്ഷേത്രങ്ങളുടെ ആചാര്യനെയാണ് നഷ്ടമായത്. താന്ത്രിക വിദ്യയ്ക്ക് പുറമെ മന്ത്രവിദ്യയിലും പഠനം നടത്തി. ക്രിയാകർമ്മങ്ങളിൽ പ്രാമുഖ്യം നേടി. മനോരോഗങ്ങൾക്ക് ചികിത്സയും നടത്തിയിരുന്നു. താന്ത്രികവും മാന്ത്രികവുമായ ക്രിയകൾ ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന ചുരുക്കം ചില ആചാര്യന്മാരിൽ ഒരാളെയാണ് അനിൽ നമ്പൂതിരിയുടെ വിയോഗത്തോടെ നഷ്ടമായത്. സോയയാണ് ഭാര്യ. അങ്കിത, അഭിനവ് എന്നിവർ മക്കളാണ്. സുഹൃത്ത് ബന്ധം കാത്തുസൂക്ഷിക്കുന്നതിൽ കാട്ടുമാടം കുടുംബവും അനിൽ നമ്പൂതിരിപ്പാടും വളരെയേറെ പ്രാധാന്യമാണ് നൽകിയിരുന്നതെന്ന് അധ്യാപകനും പൊതുപ്രവർത്തകനുമായ അറയ്ക്കൽ ഉമ്മർ മാസ്റ്റർ പറഞ്ഞു. അനിൽ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് 3 വർഷമായി എന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല. ഒരുപാട് കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും സമാധാനം നൽകുന്ന പ്രവർത്തനങ്ങളാണ് അനില് കാഴ്ചവെച്ചിട്ടുള്ളത്. ആ നന്മകൾ ഇവിടെ നിലനിൽക്കണം. ആ നന്മകൾ നഷ്ടപ്പെട്ടുകൂടാൻ